ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു നർച്ചർ ടോക്സ്. ഇന്ന് നമുക്ക് ഓറഞ്ച് പീൽ പൗഡർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. കടയിൽ നിന്നൊന്നും വാങ്ങണ്ട, ഒട്ടും മായം ചേർക്കാത്ത നല്ല ശുദ്ധമായിട്ടുള്ള ഓറഞ്ച് പീൽ പൗഡർ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ കുറച്ച് ഓറഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് സോപ്പിട്ട് കഴുകിയതിന് ശേഷം തുണി കൊണ്ട് തുടച്ചെടുത്തതാണ്. സോപ്പിട്ട് കഴുകി തന്നെ എടുക്കാം കേട്ടോ, അണുക്കളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം തോലൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെ കുറച്ച് നാരൊക്കെ കാണില്ലേ, അതുകൂടി ഒന്ന് ഇളക്കി മാറ്റാം. ഇനി ഇത് നമുക്ക് വെയിലത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കാം. പൊടിയൊന്നും അടിക്കാത്ത സ്ഥലത്ത് വേണം ഉണങ്ങാൻ വയ്ക്കാൻ. ഞാൻ ഉണങ്ങാൻ വയ്ക്കുന്നത് പുറത്തല്ല, നന്നായിട്ട് വെയിൽ വരുന്ന ഗ്ലാസ് ഇട്ട ജനലിൻ്റെ അവിടെ ആയിരിക്കും ഉണങ്ങാൻ വയ്ക്കുന്നത്. 3-4 ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടും. ഇത് ഞാൻ 5 ദിവസം മുന്നേ ഉണക്കാൻ വെച്ചതാണ്, നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ നല്ലത് മിക്സിയുടെ ചെറിയ ജാറാണ്. ജാറിലൊട്ടും വെള്ളം നനവ് കാണാൻ പാടില്ല, അതും വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല നൈസായിട്ടുള്ള പൊടിയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്കതൊന്ന് അരിച്ചെടുക്കാം. ഇടിയപ്പത്തിനൊക്കെ അരിക്കുന്ന അരിപ്പുണ്ടെങ്കിൽ അതിലരിച്ചാൽ നല്ല നൈസായിട്ടുള്ള പൊടി കിട്ടും. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ട് ഞാൻ സാധാരണ അരിപ്പ് കൊണ്ട് അടിച്ചെടുക്കുകയാണ്. ഇനി ബാക്കി വന്നത് നമുക്ക് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല നൈസായിട്ടുള്ള പൊടിയാണ്, ഒട്ടും കെമിക്കലൊന്നും ചേർക്കാത്ത നല്ല ശുദ്ധമായിട്ടുള്ള ഓറഞ്ച് പീൽ പൗഡറാണ്. ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. ഇത് ഇനി നമുക്ക് ഒരു കുപ്പിയിൽ ഇട്ടിട്ട് അടച്ചിട്ട് സൂക്ഷിക്കാം. കുപ്പിയിലും വെള്ളം നനവൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇത് നമുക്ക് പലതരത്തിലുള്ള ഫേസ് പാക്കിനായിട്ട് യൂസ് ചെയ്യാം. പിമ്പിൾ വരാതിരിക്കാനും മുഖത്തെ പാടുകൾ മാറാനും നിറം വയ്ക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ അതിന് ഓരോ തരത്തിനും ഓരോ പോലെയാണ് നമ്മൾ ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.